നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് ഇപ്രകാരം തിങ്കളാഴ്ചയുള്ള നമ്മുടെ കൂടിവരവിന് പകരമായിട്ട് അല്പം ചില അസൗകര്യങ്ങൾ നേരിട്ടതിനാൽ ചൊവ്വാഴ്ച വൈകുന്നേരം ഇങ്ങനെ കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകാൽ നമുക്ക് ആ താഴെയുള്ള ഹാളിൻ്റെ അൺഅവൈലബിലിറ്റി നിമിത്തം ഇപ്രകാരം ഈ ഹാളിൽ കൂടി വരുവാൻ ദൈവം ഇടയാക്കി. അതിനായിട്ട് നമുക്ക് സദയം ഇത് അനുവദിച്ചു തന്ന ഈ ഫെസിലിറ്റി നമുക്ക് തന്ന ദോഹ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള നന്ദിയും പ്രാരംഭമായിട്ട് ഞാൻ അറിയിക്കുന്നു. കർത്താവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിക്കുന്ന പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത് 4-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള ആ വേദഭാഗമാണ്. 1 Peter chapter 4 verses 7 to 11. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിനു മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന ഒത്തവണ്ണവുമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ 3-ാം അധ്യായം 13 മുതൽ 4-ാം അധ്യായം മുഴുവൻ പ്രത്യേകാൽ അതിൻ്റെ പശ്ചാത്തലമെന്നുള്ളത് ക്രിസ്ത്യൻ സഫറിങ് എന്നുള്ളതാണ്. ഹൗ ക്രിസ്ത്യൻസ് റെസ്പോണ്ട്, ഹൗ ഡു ദേ റെസ്പോണ്ട് ആൻഡ് ഓർ ഹൗ ഡു വി ബിഹേവ് ഇൻ ദ ഫേസ് ഓഫ് പെർസിക്യൂഷൻ, ട്രബിൾസ് ആൻഡ് ട്രയൽസ്. ദൈവമക്കൾക്ക് നേരിടുന്ന ഉപദ്രവങ്ങളിൽ അവർക്കുണ്ടാകുന്ന കർത്താവ് നിമിത്തമുണ്ടാകുന്ന, നീതി നിമിത്തമുണ്ടാകുന്ന അസൗകര്യങ്ങൾ, അതിനോടുള്ള ക്രിസ്തീയമാകുന്ന പ്രതികരണമെന്ത്? ഈ വിഷയമാണ് പ്രധാനമായിട്ട് ഈ വേദഭാഗത്ത് ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പല ആവർത്തി ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അതിനുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗമാണ്. അതേ വെളിച്ചത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് ആ വേദഭാഗം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അർത്ഥമെന്തെന്നുള്ളത് നമുക്ക് അല്പമായി മനസ്സിലാക്കുവാൻ ഇടയായി. കേട്ടവർക്ക് അതറിയാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിലും സമയം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ആവർത്തിപ്പാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ 4:5 പത്രോസ് ന്യായവിധിയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇനിയും തുടർന്ന് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലും പത്രോസ് അപ്പോസ്തലൻ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും താൻ പറയുന്നുണ്ട്. ദൈവമക്കൾ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, അവർ പരിഹാസങ്ങൾ അനുഭവിക്കുമ്പോൾ, അവരെ ദുഷിക്കുമ്പോൾ, നമ്മൾ കണ്ടു എങ്ങനെയാണ് അവരെ ദുഷിക്കുന്നതെന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ആ ദൂഷണങ്ങളുടെ മധ്യത്തിൽ മരിച്ചവരെയും ജീവികളെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാകുന്ന വിഷയം നമ്മൾ 5-ാം വാക്യത്തിൽ കാണുകയുണ്ട്. അപ്പോൾ ആ ഫൈനൽ ജഡ്ജ്മെൻറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഈ തുടർന്നുള്ള വേദഭാഗം പത്രോസ് എഴുതുന്നത്. ദൈവമക്കൾ, in the light of the present suffering and the coming judgment, ആ ഒരു പശ്ചാത്തലമാണ് ഈ 4-ാം അധ്യായം
7 മുതൽ 11 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഹി ഈസ് സോ സർട്ടൻ അബൌട്ട് ദ കമ്മിങ് ഓഫ് ദ കിങ് ആസ് എ ജഡ്ജ്. ന്യായാധിപതിയായിട്ട് മടങ്ങി വരുന്ന നമ്മുടെ കർത്താവിനെക്കുറിച്ച്, അല്ലെ ആ മടങ്ങി വരവിനെക്കുറിച്ച് പത്രോസിന് ഭയങ്കര ഉറപ്പാണ്. ഹി ഈസ് വെരി സർട്ടൻ അബൌട്ട് ദാറ്റ്. ദൈവമക്കൾ കടന്നു പോകുന്ന ആ പശ്ചാത്തലം തനിക്കറിയാം. അപ്പോൾ ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രസൻറ്റ് സഫറിങ്, ഇപ്പോൾ കടന്നു പോകുന്ന, ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളുടെ വെളിച്ചത്തിലും കർത്താവ് ന്യായാധിപതിയായി മടങ്ങി വരുന്നു എന്ന ഉറപ്പുള്ള സത്യത്തിൻ്റെ വെളിച്ചത്തിലും, ഹൗ ഡു ദ പീപ്പിൾ ഓഫ് ഗാഡ് ബിഹേവ് വിതിൻ ദെയർ കമ്മ്യൂണിറ്റി. ഇതുവരെ നമ്മൾ കണ്ടത്, when they are persecuted, how do they respond to the outside people? പുറത്തുനിന്നുള്ളവർ അവരെ ദൂഷിക്കുമ്പോൾ, അവർക്ക് പീഡനങ്ങൾ അവർക്കെതിരെ ഉണ്ടാകുമ്പോൾ അതിനോടുള്ള റെസ്പോൺസിനെ കുറിച്ചാണ് പത്രോസ് ഇതുവരെ പറഞ്ഞത്. എന്നാൽ അതിനോട് ചേർന്ന് താൻ പറയുകയാണ്, അങ്ങനെ പുറത്തുനിന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ആ പശ്ചാത്തലത്തിൽ ന്യായാധിപതിയായി മടങ്ങി വരുന്ന കർത്താവിൻ്റെ ആ വരവിൻ്റെ ഉറപ്പ് എന്നുള്ള സത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ മറ്റു വാക്കിൽ പറഞ്ഞാൽ ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ വെളിച്ചത്തിൽ, ഹൗ ഡു ദ പീപ്പിൾ ഓഫ് ഗാഡ് ബിഹേവ് ഇൻ ദ ചർച്ച്. സഭയിൽ, കൂട്ടായ്മയിൽ ദൈവമക്കൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്? ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് ആ വേദഭാഗം അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ റൈറ്റ് അവേ we are going to delve into that passage. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാനായി വരുന്ന കർത്താവിനെക്കുറിച്ച് അവിടെ നമ്മൾ കണ്ടു. ഈ ദൈവമക്കൾ, ആ മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, പരിഹാസങ്ങളിൽ കൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ അനേക ദൈവമക്കൾ അവന് ജീവൻ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് ശ്രദ്ധിക്കുകയുണ്ടായി, അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും എന്ന് പറഞ്ഞാൽ ദൈവമക്കളും മറ്റു മനുഷ്യരെ പോലെ തന്നെ അവരെന്ത് ചെയ്തു? മരിച്ചുപോയി, കഴിഞ്ഞുപോയി. അപ്പോഴങ്ങനെയുള്ളതാകുന്ന ദൈവമക്കളെ കണ്ടുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ മുകളിൽ കണ്ടു, ദുർനടപ്പിൻ്റെ അതേ കവച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ എന്ത് ചെയ്യുന്നു? ദുഷിക്കുന്നു. അങ്ങനെയുള്ളതാകുന്ന ചുറ്റുപാടിൽ അനേകർ പറഞ്ഞു കാണും, അയ്യോ പാവങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ കഷ്ടത അനുഭവിച്ചു, മരിച്ചും പോയി. ദേ ലോസ്റ്റ് സോ മച്ച് ഓഫ് ഫൺ വി എൻജോയ്. നോക്കണം, നമ്മൾ ആ വേദഭാഗം ഒന്ന് വരികൾക്കിടയിൽ വായിച്ചു നോക്കിയാൽ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ അവർ നമ്മളോട് ചേർന്ന് നടക്കാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദുഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അതിൻ്റെ അർത്ഥം എന്തെന്നുള്ളത് കണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ, അതുകൊണ്ട് എനിക്ക് ആവർത്തിപ്പാൻ സമയമില്ല. അപ്പോഴവർ ചിന്തിക്കുന്നുണ്ടാകും, മറ്റു മനുഷ്യരെ പോലെ ഇവരും എന്ത് ചെയ്തു? മരിച്ചുപോയി. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ്, തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. അപ്പം നാളെ ചാകും, അതുകൊണ്ട് ഇന്നെന്ത് ചെയ്യണം? എൻജോയ് ചെയ്യുക. അപ്പം ഇന്ന് ലൈഫ് എൻജോയ് ചെയ്യാത്ത ഈ ദൈവമക്കളെ കുറിച്ച് അവരെന്ത് ചെയ്തു? ദുഷിക്കാൻ തുടങ്ങി. പൂർ ഫെലോസ്, അവർ മരിച്ചുപോയി. നമ്മളെപ്പോലെ തന്നെ, നമ്മൾ മരിക്കുന്ന പോലെ അവരും മരിക്കുന്നു. സോ വാട്ട് ഡസ് ഇറ്റ് പ്രോഫിറ്റ് ഫോർ എ മാൻ ടു ലിവ് ആസ് എ ക്രിസ്ത്യൻ? ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചുകൊണ്ട് എന്നാ പ്രയോജനം? അവരും എന്ത് ചെയ്തു? മരിച്ചുപോയി. ലോകക്കാർക്കും ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, ദൈവമക്കൾക്കും ആക്സിഡൻറ്റ്, അല്ലെ എന്ത് വേണ്ട, അങ്ങനെ പല കാര്യങ്ങൾ.
വലിയ വ്യത്യാസമൊന്നുമില്ല. ദൈവമക്കളുടെ മരണം, ഓഫ് കോഴ്സ് ദൈവമക്കളുടെ മരണം എന്നുള്ളത് പ്രത്യാശയുള്ളത്, ആ ഭാഗമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ആ ഫിസിക്കലി ജീവൻ പോകുക എന്നുള്ളത് എന്താ, എല്ലാവർക്കും സെയിമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ പത്രോസ് പറയുകയാണ് ഇവരോട്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ദ എൻഡ് ഓഫ് ഓൾ തിങ്സ് ഈസ് നിയർ. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പത്രോസ് താൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ, അതായത് സഭ കാലയളവിൻ്റെ അല്ലെ സഭയുടെ ആ പെന്തക്കോസ്ത് നാൾ മുതൽ ഏകദേശം 30 years 30 വർഷങ്ങൾക്കുള്ളിലാണ് ഈ ലേഖനം എഴുതുന്നത് ഏകദേശമൊക്കെ. അപ്പം അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ പത്രോസ് എന്താ പറയുന്നത്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ദ എൻഡ് ഓഫ് ഓൾ തിങ്സ് ഈസ് നിയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ആ വേദഭാഗം നമ്മൾ അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാരൊക്കെ അവരുടെ ജീവകാലത്ത് തന്നെ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്നവരാ. അവർ പ്രതീക്ഷിച്ചിരുന്നവരാ. കർത്താവ് വന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവരെന്ത് ചെയ്തു? മാനുഷികമായി അത് പ്രതീക്ഷിച്ചിരുന്ന, ദേ ഹോപ്ഡ് ഫോർ ദ റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ആ ഒരു ആസ്പിറേഷൻ, ആ ഒരു താല്പര്യം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ് പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, കർത്താവ് താൻ ഗംഭീരനാഥ് ആ കാര്യം പറഞ്ഞു വന്നേച്ച്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, കൊരിന്ത ലേഖനത്തിൽ അതിനെ നമ്മൾ വായിക്കുന്നു, നാം എല്ലാവരും എന്ത് ചെയ്യില്ല, മരിക്കില്ല. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. തൻ്റെ താല്പര്യമായിരുന്നു. എന്നാൽ അവസാനത്തെ ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നത് എന്താ? ഇപ്പോൾ തന്നെ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം. ആ ഒരു വിഷയത്തെ എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ട്, ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും എൻ്റെ പോയിന്റ് ഇതാണ്, കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിലാണ് സകല വിശുദ്ധന്മാരും ജീവിച്ചിരുന്നത്. ദ എൻഡ് ഓഫ് ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പത്രോസ് അർത്ഥമാക്കുന്നത് ലോക സംഭവങ്ങളെക്കുറിച്ചല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും ഈ കർത്താവിൻ്റെ വരവെന്നൊക്കെ പറയുമ്പോഴേ, ഈ സദാം കുവൈറ്റിൽ കയറിയപ്പോൾ ആകെപ്പാടെ ഏതാണ്ടൊക്കെ ഒരു ഉണർവുണ്ടായിരുന്നു, ഇപ്പോൾ കർത്താവ് വരുമെന്നൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ ട്വിൻ ടവർ, വേൾഡ് ട്രേഡ് സെൻറ്റർ ബോംബിട്ട് പ്ലെയിൻ ഇടിച്ച് തകർത്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ ഒരു, പ്രിയപ്പെട്ടവരെ, അങ്ങോട്ടല്ല നോക്കേണ്ടത്, പിന്നെ എങ്ങോട്ടാണ് നോക്കേണ്ടത്? ഈ പത്രോസൊക്കെ എങ്ങോട്ടാണ് നോക്കിയത്? ദ എൻഡ് ഓഫ് ഓൾ തിങ്സ് ഈസ് നിയർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ ദൈവവചനം അർത്ഥമാക്കുന്നത്? അനേക വേദഭാഗങ്ങൾ അതിനുള്ള ബന്ധത്തിൽ പറയാൻ ഒരുപക്ഷെ ഉണ്ടെങ്കിലും ഞാൻ ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക, ലോക സംഭവങ്ങളെക്കുറിച്ചൊന്നും അല്ല പത്രോസ് അർത്ഥമാക്കുന്നത്. ലോകത്തിൽ എന്ത് സംഭവിക്കും ഈ കാര്യങ്ങളെക്കുറിച്ചല്ല താൻ പറയുന്നത്. ദ എൻഡ് ഓഫ് ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം, ദ ഹിസ്റ്ററി ഓഫ് റിഡംഷൻ ഈസ് കംപ്ലീറ്റ്. ഞാൻ വ്യക്തമാക്കാം. The history of redemption is complete. ഇനി ഒരു കാര്യമേ, the next thing in the calendar of God is the coming of the Lord. മനസ്സിലാക്കണം, 2012 ഡിസംബർ മാസം കർത്താവ് വരുമെന്നല്ല.
അവിടെയാണ് നമുക്ക് ഈ തെറ്റ് പറ്റുന്നത്. ആ സമയത്ത് പോളാർ ഷിഫ്റ്റ് ഉണ്ടാകുമെന്നും അതല്ല വിഷയം. മായൻ കലണ്ടറിലെ സംഖ്യ തീർന്നെന്നോ അതൊന്നും അല്ലെന്നേ വിഷയം. ഞാൻ പറയുന്നത് ക്ഷമിക്കുക, അങ്ങനല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദ എൻഡ് ഓഫ് ഓൾ തിങ്സ് ഈസ് നിയർ എന്ന് താൻ പറയുമ്പോൾ ഇനിയും കർത്താവിൻ്റെ കലണ്ടറിൽ ജഡ്ജായി വരുന്ന കർത്താവെന്നുള്ള ഒറ്റ അജണ്ടയെ ഉള്ളെന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം എന്ത് ചെയ്തു? കംപ്ലീറ്റായി. ഒരു വേദഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിച്ചേ. നമുക്ക് കർത്താവിൻ്റെ വരവ് വരെയും. ഇനി 8-ാം വാക്യം വായിച്ചേ, അതിൻ്റെ 2-ാം ഭാഗം. കർത്താവിൻ്റെ വരവ് അല്ലെ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ത് ചെയ്തിരിക്കുന്നു? സമീപിച്ചിരിക്കുന്നു. ഇനി അടുത്തത് 10-ാം വാക്യം. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. ഇതെപ്പോഴാണ് എഴുതിയത്? 1-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ദ നെക്സ്റ്റ് തിങ് ഓൺ ദ കലണ്ടർ ഈസ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. ഈ 2000 വർഷങ്ങളിൽ കർത്താവ് വന്നില്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം. വരാതിരുന്നത് ഭൂമിയിൽ വേറെ ഏതാണ്ടൊക്കെ നിറവേറേണ്ടത് കൊണ്ടുവന്നില്ല. പത്രോസ് തന്നെ പറയുന്നുണ്ട്, ഒറ്റ റീസണേ ഉള്ളതിന്. ഒരു റീസണേ ഉള്ളൂ കർത്താവ് ഇതുവരെ വരായിരുന്നത്. ആ ദേവാലയം പണിയാനൊന്നും കർത്താവ് നോക്കിയിരുന്നതല്ല. ഒറ്റ റീസണേ വേദപുസ്തകം പഠിപ്പിക്കുന്നുള്ളൂ. ലുക്ക് അറ്റ് ദാറ്റ്. ഒറ്റ റീസണേ ഉള്ളൂ. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഒറ്റ കാരണമേ ഉള്ളൂ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ താമസിക്കുന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, ആരും നശിച്ചു പോകാതെ. ശ്രദ്ധിച്ചേ, നമ്മൾ എന്നാ മാനസാന്തരപ്പെട്ടതെന്നൊന്ന് ചിന്തിച്ചേ. എന്നിട്ട് ചിന്തിച്ചേ, അതിനു മുമ്പ് കർത്താവ് വന്നായിരുന്നല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ, നമ്മളെവിടെ ആകുമായിരുന്നു? അപ്പോൾ ഒരു കാരണമേ ഉള്ളൂ കർത്താവ് വരാതിരിക്കുന്നതിന്. മനസ്സിലാക്കണം, വേറെ ഒരു ഫുൾഫിൽമെന്റിന്റെ ആവശ്യമില്ല. നമ്മൾ ലോകത്തിലേക്കല്ല നോക്കേണ്ടത്, പുസ്തകത്തിലേക്ക് നോക്കണം. വേറെ ഒന്നും നോക്കണ്ട. ലുക്ക് ഇൻ ടു ദ വേർഡ് ഓഫ് ഗാഡ്. ഒറ്റ കാരണമേ പറയുന്നുള്ളൂ, ആരും നശിച്ചു പോകാതെ. ഈ ഒറ്റ കാരണമേ ഉള്ളൂ. ഇതാ കർത്താവ് വരാതിരുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം. സോ ദ നെക്സ്റ്റ് തിങ് ഇൻ ദ കലണ്ടർ ഓഫ് ഗാഡ്സ് പ്ലാൻ ഈസ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. അങ്ങനെ അപ്പോസ്തലന്മാരെല്ലാം പഠിപ്പിച്ചത്. എല്ലാവരും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ എൻഡ് ഓഫ് ഓൾ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം അർത്ഥമാക്കുന്നത് സത്യത്തിൽ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം, വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിന് എന്ത് ചെയ്യാൻ അവിടുന്ന് പ്ലാൻ ചെയ്തോ നിത്യതയിൽ, അത് കർത്താവ് ചെയ്തെന്ന അർത്ഥം. എന്തൊക്കെ ചെയ്തു? സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ വീഴ്ച, അബ്രഹാമിൻ്റെ വിളി, യഹൂദജനത്തിൻ്റെ മിസ്രൈമിൽ നിന്നുള്ളതാകുന്ന വിടുതൽ, ഇസ്രായേലിൻ്റെ രാജത്വം, ബാബിലോണിലേക്കുള്ള പ്രവാസം, മടങ്ങിവരവ്, യേശു കർത്താവിൻ്റെ ജനനം, യേശു കർത്താവിൻ്റെ ജീവിതം, യേശു കർത്താവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്ന് സഭയെ എസ്റ്റാബ്ലിഷ് ചെയ്യൽ, ഇതെല്ലാം എന്ത് ചെയ്തു? സംഭവിച്ചു. നോക്കണം, what God planned in eternity as far as the redemption of humankind is concerned
ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ദൈവം പ്ലാൻ ചെയ്ത വീണ്ടെടുപ്പിൻ്റെ സ്റ്റോറി കംപ്ലീറ്റായി. ഇനി ഒറ്റ ഒരു കാര്യമേ നടക്കാനുള്ളൂ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ ഈ ഒറ്റ കാര്യമേ നടക്കാനുള്ളൂ. നമ്മൾ ഇന്നതോടൊക്കെ നടന്നേച്ച് നമ്മൾ ഈ ഒത്തിരി കാര്യങ്ങൾ, എനിക്ക് ചിലതൊക്കെ വായിക്കുമ്പോൾ ഒരു തമാശയായിട്ടും തോന്നും. കഴിഞ്ഞിടയ്ക്ക് കൊണ്ട് UN അനുവദിച്ചു, പിന്നെ അവിടെ ടെമ്പിൾ പണിയാൻ അവർ ചുമന്ന പശുവിനെ അവിടെ കെട്ടിവെച്ചേക്കുകയാണ്. എവിടുന്നൊക്കെയായി വാർത്ത കിട്ടുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എവിടുന്ന്? അതൊന്നും അല്ല നമ്മുടെ വിഷയം. വേദപുസ്തകം അങ്ങനല്ല. നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കും, അത് നടക്കുന്നത് കർത്താവിൻ്റെ സമയം നടന്നോട്ടുന്നേ. അത് നമ്മുടെ വിഷയമല്ല. അത് നമ്മുടെ വിഷയമേ അല്ല. അങ്ങോട്ടല്ല നമ്മൾ നോക്കേണ്ടത്. ലോക സംഭവങ്ങളിലേക്കുമല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് എപ്പോഴാണ്? അതുകൊണ്ടല്ലേ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ് വിശുദ്ധന്മാർ കാത്തിരുന്നത്, അല്ലാതെ ലോക സംഭവങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടല്ല. വേദപുസ്തകം അങ്ങനല്ല പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. അതുകൊണ്ടാണ് ഈ സെൻസേഷണലായിട്ടുള്ളൊരു ഈവൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഈ നമ്മുടെ ആൾക്കാർ അതിനെ അങ്ങ് സെൻസേഷണലൈസ് ചെയ്യും. അയ്യോ, ഉദാഹരണത്തിന് ആ ട്വിൻ ടവർ തകർന്നു കഴിഞ്ഞപ്പം എന്തെല്ലാം വൈൽഡ് സ്റ്റോറീസ് ആയിരുന്നറിയാം കേട്ടെ. ഇപ്പോൾ ഒരനക്കമില്ല, കഴിഞ്ഞു. നോ, എന്നാൽ അതല്ല വിഷയം. ദ നെക്സ്റ്റ് തിങ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മളിവിടുന്ന് പോകുന്നതിന് മുമ്പേ കാഹളം തൊടിച്ചൊന്ന് വരാം. ഉറക്കമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞേ. സത്യവുമാ. ഇറ്റ് ക്യാൻ ഹാപ്പൻ. കാരണം റിഡംഷനോടുള്ള ബന്ധത്തിൽ the end, the goal, what God planned, കർത്താവ് ഉദ്ദേശിച്ചത് എന്താ, കർത്താവിൻ്റെ ലക്ഷ്യം എന്താ, അത് നടന്നു കഴിഞ്ഞു. ഇനി വേറെ നടക്കാനില്ല. കർത്താവിൻ്റെ വരവേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു നിലയിലാണ് ഈ 30 വർഷങ്ങൾക്കുള്ളിൽ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ ഏത് ലക്ഷ്യത്തിലേക്കാണ് നയിച്ചത്? ഇപ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർ പ്രവാസത്തിലേക്ക് പോയത്, മടങ്ങി വന്നത്, ആ കാര്യങ്ങളൊക്കെ ഏതിലേക്കാണ് നയിച്ചത്, ഏതിലേക്കാണ് വിരൽ ചൂണ്ടി? അതെല്ലാം നടന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു, സഭയുടലെടുത്തു. ആ 30 വർഷങ്ങൾക്കുള്ളിൽ ആ ഒരു ആക്റ്റും ദൈവം ചെയ്തു കഴിഞ്ഞു. ആ 30 വർഷങ്ങൾക്കുള്ളിൽ പത്രോസ് പറയുകയാണ്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ദ ജഡ്ജ് ഈസ് അറ്റ് ദ ഡോർ. ദ ജഡ്ജ് ഈസ് അറ്റ് ദ ഡോർ. C.S. ലെവിസ് എന്ന് പറയുന്ന ആ ക്രിസ്തീയ ചിന്തകൻ, അദ്ദേഹത്തിന് മനോഹരമാകുന്ന ഒരു എസ്സേയുണ്ട്. അതിനകത്ത് ഒരു ലൈൻ ഇങ്ങനെയാ: when the author walks on the stage, the play is over. When the author walks on the stage, പഴയ കാലഘട്ടത്തിലെ ഈ നാടകങ്ങളുടെയൊക്കെ ആ പശ്ചാത്തലത്തിൽ, when the author, നാടക രചയിതാവ്, when he comes to the stage, അതിൻ്റെ അർത്ഥം the play is over. പത്രോസ് പറയുന്നേ, the end of all things is near. യാക്കോബ് പറയുന്നത്, ന്യായാധിപതി അടുക്കൽ വാതിക്കലായിരിക്കുന്നു. സോ ആ ഒരു കാര്യമാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അപ്പോഴങ്ങനെ ഈ ഒരു കാര്യം ഉറപ്പുള്ളതാകൊണ്ട് ദൈവമക്കൾ എങ്ങനെ ബിഹേവ് ചെയ്യണം? ദേ ഷുഡ് ബിഹേവ് ഇൻ എ സർട്ടൻ വേ, ഒരു പ്രത്യേക നിലയിൽ, വിതിൻ ദ കോൺഗ്രിഗേഷൻ, ദൈവസഭയ്ക്കുള്ളിൽ അവരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം? ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പത്രോസ് പറയുന്നത്. ഒന്നാമതായിട്ട്, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആകയാൽ. നോക്കണം, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ വാക്ക്, ആകയാൽ. therefore, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും
നിർമ്മതരുമായിരിപ്പീൻ. ആ പുതിയ ട്രാൻസ്ലേഷൻ എങ്ങനെയാ ബ്രദറെ? ഓക്കെ തെളിഞ്ഞ ചിന്തയും എനിക്ക് തോന്നുന്നത് ഓൾ ട്രാൻസ്ലേഷനാണ് കുറച്ചുകൂടെ സ്ട്രോങ്. സുബോധമുള്ളവരും. സുബോധമുള്ളവർ എന്ന് പറഞ്ഞാൽ, അല്ലെ തെളിഞ്ഞ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിങ്കിങ് അബൌട്ട് ആൻഡ് ഇവാലുവേറ്റിംഗ് സിറ്റുവേഷൻസ് മെച്യൂർലി ആൻഡ് കറക്റ്റ്ലി. ചിന്തിക്കുക. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചുമ്മാ ഈ ചിന്തയില്ലാതെ എന്തെങ്കിലുമൊക്കെ അടിച്ചു വിടുന്നതിനകത്തൊന്നും എന്തില്ല, കാര്യമില്ല. പണ്ടാരണ്ട് പറഞ്ഞ പോലെ ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം കർത്താവ് പറയും, ഗബ്രിയേലെ ആ ഡിക്ഷണറി ഇങ്ങ് എടുത്തോണ്ട് പോവാ. ഹ്യൂമറസ് ആയിട്ട് പറയുന്ന അത് വെറും ഒരു ഹ്യൂമറസ് സ്റ്റോറി. അതിൻ്റെ വില അതിന് കൊടുത്താൽ മതി. ഓക്കെ, പ്രിയപ്പെട്ടവരെ, എന്തുവാ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ? സുബോധം, സെയിൻ ആൻഡ് സോബർ. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ സെയിനായിരിക്കണം, നമുക്ക് നല്ല സുബോധം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ പക്വതയോടെ കാണാനും വിലയിരുത്താനും ചിന്തിക്കാനും നമുക്ക് കഴിയണം. അപ്പം അങ്ങനെ വരുമ്പോൾ, അങ്ങനെ പക്വതയോടെ വിലയിരുത്താനും ചിന്തിക്കാനും ഒക്കെ കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ, സഹോദരി 7 വെള്ളിയാഴ്ച അല്ലെ 9 വെള്ളിയാഴ്ച ഇന്നതിനു വേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ സുബോധമുള്ളവനാണെങ്കിൽ അവനെന്തു പറയും? ഇതിന് പ്രമാണം ഇല്ലല്ലോ, എന്നെ പെണങ്ങിയോ? ഞാൻ പറഞ്ഞു ഇല്ല. സുബോധമുള്ളവനാണ് എന്ന് പറയും. അതിനെവിടെ വേദപുസ്തകത്തിൽ വാക്യം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ? നോ. 7 വെള്ളിയാഴ്ച 7 വെള്ളിയാഴ്ചയല്ല 8 വെള്ളിയാഴ്ച വേണേ ഫാസ്റ്റ് ചെയ്തോ, നല്ല കാര്യം. പക്ഷെങ്കിൽ അത് ഞാൻ ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കണ്ടതും കേട്ടതുകൊണ്ട് കാള പറ്റെന്ന് പറഞ്ഞാൽ ഉടനെ കയറെടുക്കുന്ന പരിപാടിയല്ല. ആരേലും എന്തേലും പറയും, നല്ല സുബോധം വേണം. നല്ല വാക്കാ, സ്ട്രോങ് ലാംഗ്വേജാണ് മലയാളത്തിൽ. നല്ല സുബോധം വേണം. എന്തിനാ സുബോധം? പ്രാർത്ഥനയ്ക്ക് സുബോധം വേണം. എന്ന് പറഞ്ഞാൽ നന്നായി പ്രാർത്ഥിക്കണമെങ്കിൽ ക്ലാരിറ്റി ഓഫ് മൈൻഡ് വേണം. പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് നമുക്ക് അറിയണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ജൽപ്പനം ചെയ്യുന്നതല്ല പ്രാർത്ഥന. നല്ല സുബോധം വേണം. പിന്നെ നിർമ്മതരായിരിക്കണം. നിർമ്മതരായിരിക്കുക എന്നുള്ള ആ വാക്ക് നമ്മൾ നേരത്തെ ചിന്തിച്ച 1:13 നോട്ട് ബീയിങ് ഇൻടോക്സിക്കേറ്റഡ് എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം ചെയ്ത് മദ്യം കുടിച്ച് സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് നിർമ്മതരല്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബോധത്തോടെ നല്ല തെളിഞ്ഞ ചിന്തയോടെ ആയിരിക്കുക. നല്ല തെളിഞ്ഞ ചിന്തയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടോ? കർത്താവ് എന്ത് ചെയ്തു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഈ വാക്കുകളൊക്കെ നമ്മൾ വെറുതെ വായിച്ചു വിടരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാ പ്രാർത്ഥിക്കുന്നതെന്ന്. ആകട്ടെ, ഞാൻ മുമ്പോട്ട് പോകെ. അപ്പോൾ അങ്ങനെ സുബോധത്തോടെ നിർമ്മതയോടെ നമ്മളായിരിക്കുമ്പോൾ നന്നായി ദൈവഹിതപ്രകാരം നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. ആ പ്രാർത്ഥനയെന്നുള്ളത് വളരെ ബോധത്തോടെ നന്നായി
കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ നമുക്ക് കഴിയണം. എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയണം. നമ്മൾ നിശ്ചയമായിട്ടും ഞാൻ 1-2 ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഈ ടീൻ ചലഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ടീൻ ചലഞ്ച് അതിനാരംഭം കുറിപ്പാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന, ഇപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുന്ന ആ അനുഗ്രഹീതനാകുന്ന ദൈവഭക്തനാണ്. ന്യൂയോർക്കിൽ ടൈംസ് സ്ക്വയർ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം അവിടുത്തെ പാസ്റ്ററായിരുന്നു. അദ്ദേഹം തുടങ്ങിയ ന്യൂയോർക്കിൽ 60കളിൽ ഈ ഭയങ്കര അരാജകത്വം ഉണ്ടായിരുന്ന ഗാങ് വാഴ്സ്, ചെറുപ്പക്കാരൊക്കെ ഏറ്റവും അരാജകത്തിൽ, ഏറ്റവും നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നതിലും വളരെ പ്രയാസകരമാകുന്ന അധാർമികമായിട്ട് ജീവിച്ചിരുന്ന ഒരു ചുറ്റുപാടാണ്. അവരുടെ ആ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ 2 പുസ്തകങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് ദ ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ്, മറ്റൊന്ന് റൺ ബേബി റൺ എന്ന് പറയുന്ന, അതിനകത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടറായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നിക്കി ക്രൂസ്, എലിസബത്ത് ഷെറിൽ, അവർ ജോയിൻറ്റ്, അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് എഴുതിയ ഒരു പുസ്തകമാണ് റൺ ബേബി റൺ. മറ്റൊന്ന് ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ് മലയാളത്തിലുമുണ്ട്, കിട്ടിയ മേടിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും. കഠാരയും കുരിശുമെന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ടൈറ്റിൽ, ഞാൻ ഓർക്കുന്നില്ല. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഈ ഡേവിഡ് വിൽക്കേഴ്സൺ 60കളിൽ ഈ ന്യൂയോർക്കിലെ ആ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തെ അതിനുവേണ്ടി ആദ്യം അദ്ദേഹം ചെയ്തത്, അത് ഒരു പത്രവാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ ചെറുപ്പക്കാരെ, വളരെ ടീനേജേഴ്സായിട്ടുള്ളവർ ഭയങ്കര കുറ്റം ചെയ്ത് അവരെ ശിക്ഷയ്ക്ക് വിധിക്കാനായിട്ട് ജഡ്ജിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയേക്കുന്ന ഫോട്ടോ സഹിതം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ആദ്യം ചെയ്തത് ടെലിവിഷൻ അദ്ദേഹം വിറ്റു. അതിന് കാരണം TV കാണുന്ന സമയം മുഴുവൻ ഞാൻ ഇനിയും പ്രാർത്ഥിക്കാൻ പോകുകയാണെന്ന് ഡിസൈഡ് ചെയ്തു. അദ്ദേഹത്തിനെ ആ പ്രാർത്ഥനയിലേക്ക് തന്നെ നയിച്ചത് ഈ ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തേ, നല്ല സുബോധത്തോടെയാണ് അത് ഞാൻ പറയുന്ന പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരെന്ന് പറയുമ്പോൾ കാര്യങ്ങളെ നന്നായിട്ട് വിശകലനം ചെയ്യുക. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് മീ. നമ്മൾ ഈ പത്രങ്ങളൊക്കെ വായിക്കുമ്പോഴേ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ പത്രങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാള പത്രങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയെന്നും പറഞ്ഞാൽ പോരാ, അതിങ്ങനെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഒരുപാട് മസാലയൊക്കെ ചേർത്താണ് ഈ വാർത്ത. ഭയങ്കരമായിട്ട് സെൻസേഷണലൈസ് ചെയ്താണ് ന്യൂസ് വരുന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ വായിക്കുമ്പം സത്യത്തിൽ അതൊക്കെ ഒരു ടോക്കിംഗ് പോയിൻ്റായിട്ട് മാത്രം തീരാതെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ചുറ്റുപാടെടുത്തേ എന്തോ ഒരു അധാർമികതയാണ് നടക്കുന്നത് അല്ലേ. അതൊക്കെ വായിച്ചറിയുമ്പോഴേ സത്യത്തിൽ നമ്മൾ ദൈവമക്കളാകുന്ന നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ ആ വിഷയത്തെ ബുദ്ധിയോടെ വിശകലനം ചെയ്ത് അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങണം. നല്ല സുബോധത്തോടെ, നിർമ്മതരായിട്ട്, അലേർട്ടായിട്ട്, ബീങ് അലേർട്ട് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. നമുക്ക് ചുറ്റും എന്നാ നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള അലേർട്ട്നെസ്, നമ്മൾ നിർമ്മതരായിട്ട് ഇരിക്കണം. ഈ ടീൻ ചലഞ്ച് ഉടലെടുക്കുകയും അനേക ഡ്രഗ് അഡിക്ട്സും അനേക കുറ്റവാളികളായിട്ടുള്ള ചെറുപ്പക്കാർ കർത്താവിനെ അറിയാനും ഇടയായി തീർന്നത് ഈ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ ഡിസൈഡ് ചെയ്തു, ഐ വിൽ പ്രേ അബൌട്ട് ഇറ്റ്. ഒറ്റ മനുഷ്യൻ, സിംഗിൾ ആർമിയായിട്ട് അദ്ദേഹം തുടങ്ങി. ഒരു 1 man ആർമിയായിരുന്നു. ഒറ്റയ്ക്കാണ് പോയത് കർത്താവ് നയിച്ചനുസരിച്ച്. താൻ ഫിലദൽഫിയയിൽ പാർത്തുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്ത് ന്യൂയോർക്കിൽ ബ്രൂക്ലിനിലും മറ്റും വന്ന് പല ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങൾ ആ ബുക്കൊക്കെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അതുപോലെ ഇനി അത് അവിടെ നിൽക്കട്ടെ. ഈ ട്രൈബൽ മിഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്രൈബൽ മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഡോക്ടർ മുരളീധർ
പത്രോസിനെയാണ് പ്രധാനമായിട്ടും ആ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഉപയോഗിച്ചത്. മറ്റു ചിലരൊക്കെ ഉണ്ട്. എന്നാൽ പ്രധാനമായിട്ട് ആ ഒരു കാര്യം ഉടലെടുക്കാൻ ഇടയായി തീർന്നത് മലയാള മനോരമ സൺഡേ മലയാള മനോരമയിൽ വന്ന ഒരു ഫീച്ചറാണ്. അട്ടപ്പാടിയിലുള്ളതാകുന്ന ആദിവാസികളുടെ അവസ്ഥയെക്കുറിച്ചൊരു ഫീച്ചർ ആണ് സത്യത്തിൽ ട്രൈബൽ മിഷൻ തുടങ്ങാനിടയായി തീർന്നു. അവരതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുക. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. നമുക്കെപ്പോഴും എന്തൊക്കെയാ പ്രാർത്ഥനാ വിഷയങ്ങൾ? ഈ ആരോ മലയാളത്തിൽ പറഞ്ഞ പോലെ അലക്കൊഴിഞ്ഞിട്ട് രാമേശ്വരത്ത് പോകാൻ സമയമില്ലെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കല്യാണം കഴിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായി. അത് കഴിഞ്ഞപ്പോൾ അവർക്കെതിരെയുള്ള പോരാട്ടമായി. പിന്നെ അവരുടെ പഠിത്തമായി. പിന്നെ അവരുടെ കല്യാണമായി. എന്ന് വേണ്ട, എവിടാ സമയമുണ്ടോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സകലവും എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ കർത്താവിനോട്. എന്നാൽ അതെല്ലാം ആവശ്യമാണ്. അതൊക്കെ ഒരു വാക്കിൽ പ്രാർത്ഥിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഇതായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനയുടെ നല്ല ഭാഗം കവരുന്നത്. അതായിരിക്കരുത്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെ ഒന്ന് വിശകലനം ചെയ്തേ. എത്ര സുബോധമുണ്ട് നമുക്ക്? പബ്ലിക് പ്രെയർ ആകട്ടെ, പ്രൈവറ്റ് പ്രെയർ ആകട്ടെ. പത്രോസ് പറയുക, ദ എൻഡ് ഓഫ് ഓൾ തിങ്സ്, നമ്മുടെ സകലത്തിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്പർ 1, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുക. ആദ്യത്തെ കാര്യം അതാ പറയുന്നത്. ബി സെയിൻ ആൻഡ് സോബർ. ബി സെയിൻ ആൻഡ് സോബർ ഇൻ റിഗാർഡ് ടു പ്രെയർ. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സുബോധം വരണം, സെയിനാകണം. നമുക്ക് നമ്മുടേതാകുന്ന ആ കൊച്ചു ലോകത്തിൽ നിന്ന് നമ്മളൊന്ന് മാറണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. സത്യത്തിൽ ശരിയായിട്ട് സുബോധത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയം തികയത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും എപ്പോഴും പറയുന്ന ഈ ചെയിൻ പ്രെയറൊക്കെ വെക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊന്ന് കൂട്ടിമുട്ടിക്കുന്നതെന്നാണ് പലരുടെയും വിഷയം. ചെയിനെ പക്ഷെങ്കിൽ ട്രൂ പ്രെയറിന് ഈ പ്രശ്നമേ ഉണ്ടാകുന്നില്ല സുബോധത്തോളം. ഇത് സ്ട്രെയിഞ്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അയ്യോ, അതോ ഒത്തിരി പ്രാർത്ഥിച്ച പോലാണെന്നോ തോന്നുന്നോ? സെയിൻ ആൻഡ് സോബറായിട്ട് പ്രാർത്ഥിച്ചാൽ ഒത്തിരി പ്രാർത്ഥിച്ച പോലെ തോന്നുന്നില്ല. കുറേ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അയ്യോ ഇത്രയും സമയം ആയോ എന്നേ ചിന്തിക്കത്തുള്ളൂ. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകണം. നമ്മൾ സുബോധമുള്ളവരും നിർമ്മതരുമാകണം. അതാണ് ഒന്നാമതായിട്ട് ഹൗ വി ഷുഡ് ബിഹേവ് വിതിൻ ദ കമ്മ്യൂണിറ്റി ഇൻ ദ ലൈറ്റ് ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ആൻഡ് ദ പ്രസൻറ്റ് പെർസിക്യൂഷൻ ദ പീപ്പിൾ ഓഫ് ഗോഡ് ഗോയിങ് ത്രൂ. അതാണ് പത്രോസോട് പറയുന്നത്. രണ്ടാമതായിട്ട് താൻ പറയുകയാണ്, സകലത്തിന് മുൻപേ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പിൻ. സകലത്തിന് മുൻപേ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. കാരണം എന്തുകൊണ്ടാണ്? ദൈവസഭയോടുള്ള ബന്ധത്തിൽ സകലത്തിനും മുൻപേ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. എങ്ങനെയാ ദൈവമക്കൾക്ക് അല്ലെ വിതിൻ ദ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ് നമുക്ക് സ്നേഹം ഉണ്ടോയെന്ന് എങ്ങനെ അറിയുന്നേ? നമ്മൾ പറയും, അയ്യോ ഇന്ന ആളെക്കുറിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച. നല്ല കാര്യം തന്നെ. പക്ഷെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടല്ല സ്നേഹം ഉണ്ടോയെന്ന് അറിയുന്നത്. അടുത്ത വാക്യം വായിച്ചേ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, നല്ല തന്നെ കാര്യം, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതല്ല എനിക്ക് ആളിനോട് സ്നേഹം ഉണ്ടോയെന്ന് അറിയുന്നത്. ആ ആൾ എന്നെ ഒഫൻഡ് ചെയ്യുമ്പം അല്ലേ എന്നോട് സംസാരിച്ചില്ല, എന്നെ വേണ്ടി അവൻ ഏതാണ്ട് ഉള്ളി വെച്ചു, അങ്ങനെയല്ല, ഓ
ജാനേദോ, ഹിന്ദി ഞങ്ങൾ അവിടെ ബോംബെ പറയും ജാനേദോ ബായ്, ജാനേദോ. മനസ്സിലായോ? എന്താ? പോട്ടണേ. ചിലപ്പോൾ അയാൾ എന്തേലും ഓർത്തോണ്ടിരുന്നായിരിക്കും, എന്നെ കാണത്തില്ല. ഇത് കൊച്ചു കാര്യ. അങ്ങനെ കൊച്ചു കാര്യം മാത്രമല്ല, വലിയ കാര്യവും. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം മനസ്സിലാക്കണം. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട്, ഒന്ന്, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർബന്ധമായിരിപ്പീൻ. 2, നിങ്ങൾ എന്ത് ചെയ്യണം? സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. എന്തുകൊണ്ടാണ് ഈ പലയിടങ്ങളിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഈ ആൾക്കാർ വഴക്കുണ്ടാക്കുന്നതെന്നറിയാമോ? സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. കാരണം അയാൾ അങ്ങനെ പറഞ്ഞു, അല്ലെ അയാൾ ഇന്നേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ആ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്ന സ്നേഹം എന്നിലില്ലാത്തത് കൊണ്ടാണ് അയാൾ പറഞ്ഞ കാര്യം എനിക്ക് വലുതായിട്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം. സകലത്തിനും മുൻപേ നമ്മൾ എന്ത് ചെയ്യണം? ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. അങ്ങനെ ഉറ്റ സ്നേഹം നമുക്കുണ്ടെങ്കിൽ ചെറിയതാകട്ടെ വലുതാകട്ടെ അതിനെ ഓവർലുക്ക് ചെയ്യുവാൻ നമുക്ക് കഴിയും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് പത്രോസ് പറയുന്നത്. പീപ്പിൾ ആർ ബീങ് പെർസിക്യൂട്ടഡ്. ദൈവമക്കൾ പെർസിക്യൂഷനിലൂടെ കടന്നു പോകുകയാണ്. അങ്ങനെ പെർസിക്യൂഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അകത്ത് തമ്മിലടിക്കാനല്ല, ലോകം എന്നും സഭയ്ക്കെതിരാ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കൾക്ക് ലോകം ഒരിക്കലും യോഗ്യമല്ല. അത് പണ്ടും യോഗ്യമല്ല, ഇപ്പോഴും യോഗ്യമല്ല. ദൈവമക്കൾക്ക് ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉത്തരവുണ്ടാകും. അത് 1-ാം നൂറ്റാണ്ടിലും അങ്ങനെ, ഇന്നും അങ്ങനെ. ദേഹോപദ്രവേറ്റില്ലെന്ന് വരാം, പക്ഷേ വൺ വേ ഓർ ദി അതർ ഭക്തിയോടെ ജീവിപ്പാൻ വില കൊടുത്തേ തീരൂ. ഇത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോകം ദൈവമക്കൾക്ക് യോഗ്യമല്ലെന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ദൈവമക്കൾക്ക് തമ്മിൽ എന്തുണ്ടാകണം? സ്നേഹം ഉണ്ടാകണം. അങ്ങനെ സ്നേഹമുണ്ടാകുമ്പോൾ, പാപങ്ങളുടെ ബഹുത്വത്തെ അത് മറയ്ക്കുമ്പോൾ, ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്നത് എന്തെന്ന് ലോകം അറിയത്തില്ല. ഇന്നെന്താ സംഭവിക്കുന്നത്? ലോകം വായിച്ചുകൊണ്ടിരിക്കുക. ന്യൂ ബോംബെയിൽ ഞങ്ങൾ പറത്തുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങളവിടെ വീടുകൾ കയറുമായിരുന്നു. പ്രിയ ജോസൂട്ടിക്കൊക്കെ അറിയാം. മർത്തോമക്കാരുടെയും യാക്കോക്കാരുടെയും ഒക്കെ വീടുകൾ കയറുമായിരുന്നു. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴേ അവരുടെ ടേബിളിൽ നമ്മുടെ ചില പത്രങ്ങൾ കിടക്കുന്നതാണ്. അപ്പോഴേ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങ് പോരുമായിരുന്നു. മനസ്സിലായമല്ലോ? പിന്നെ അവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുന്നത്, ഗുണപ്പെടാത്തവനെ ഇവനെ പ്രസിദ്ധീകരിച്ചത് കൊണ്ടൊന്നും അവൻ ഗുണപ്പെടാനൊന്നും പോകുന്നില്ല. പെടുവോ? ഇപ്പം നിങ്ങൾ ചിന്തിച്ചേ, ഡൽഹിയിൽ കേജ്രിവാൾ അതൊരു സോഷ്യൽ മൂവ്മെൻറ്റാണ്. സോഷ്യൽ മൂവ്മെൻറ്റിൽ ആ കാര്യം ചിലപ്പോൾ നടന്നെന്നിരിക്കും, അത് ക്ലിക്ക് ചെയ്തെന്നിരിക്കും. കാരണം മനുഷ്യർക്കൊരു പേടിയൊക്കെ വരും. എന്നാൽ സഭയെന്നുള്ളതൊരു സോഷ്യൽ മൂവ്മെൻ്റ് അല്ല, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഓർഗാനിസം. ആത്മീകമാകുന്ന ഒരു ജീവനുള്ള സ്ഥാപനമാണ് ദൈവസഭ. അവിടെ കോസ്മെറ്റിക് ചേഞ്ചസ് കൊണ്ടൊന്നും പരിപാടി നടക്കുകയില്ല. പത്രം അടിച്ചിറക്കിയത് കൊണ്ടൊന്നും ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേഞ്ച് വരികയില്ല. ചേഞ്ച് വരണമെങ്കിൽ അവിടെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണം. സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി നിർമ്മതരായിട്ട് ദൈവസഭ ഉണരണം. എന്നാലേ ഉണരത്തുള്ളൂ. ഞാനും പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്.
എന്നാൽ ഇന്ന് ഞാനത് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. പേഴ്സണൽ ടോക്കിൽ പോലും ഞാൻ ഒഴിവാക്കാൻ താല്പര്യപ്പെടുകയാണ്. കാരണം എന്നറിയോ? ദൈവം എന്നെ ഈ കാര്യം പഠിപ്പിച്ചു. അറിവില്ലായ്മയെ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വി വിൽ നോട്ട് ഡു. നമുക്ക് അതോട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല. എന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കറക്ഷൻസിൻ്റെ സമയത്ത് കറക്റ്റ് ചെയ്യുക അതല്ല ഉദ്ദേശിച്ചത്. അതിനെല്ലാം അതിൻ്റേതാകുന്ന സ്ഥാനമുണ്ട്. പക്ഷെങ്കിൽ സത്യം സംസാരിക്കണം. എന്തിൻ്റെ ബേസിലാണ്? സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സത്യം മാത്രം പറയുകയല്ല. ഞാൻ പറയുന്ന എല്ലാം സത്യമല്ലേ? സത്യമാണ്. പക്ഷേ ഞാൻ എന്തിലാണ് സംസാരിക്കേണ്ടത്? സ്നേഹത്തിലാണ് സത്യം സംസാരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് കുഴച്ച് ചേർത്ത സത്യം ഞാൻ പറഞ്ഞെങ്കിലേ അതിന് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. അത് മാത്രമല്ല, നമ്പർ 1 പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം? പല സന്ദർഭങ്ങളിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ നമുക്ക് സമയമുണ്ട്, നമുക്ക് ലേഖനം എഴുതുവാൻ നമുക്ക് സമയമുണ്ട്. പക്ഷെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിങ് ആ സമയം കൂടെ മുട്ടുമടക്കി കർത്താവേ കരുണ ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പരീശൻ്റെ പ്രാർത്ഥന പോലെ ആകരുത്. കർത്താവേ ഞാൻ അവനെ പോലെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നെന്നാകരുത്. പിന്നെന്തോ പ്രാർത്ഥിക്കേണ്ടത്? ദാനിയേലിൻ്റെ പ്രാർത്ഥന പോലെ ആയിരിക്കണം. ഏതാ പ്രാർത്ഥന? ദാനിയേൽ 9 നമ്മൾ വായിക്കുന്നുണ്ട്. ആ മനുഷ്യൻ എന്താ പറയുന്നേ? നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ആ മനുഷ്യൻ പറയുന്ന കാര്യം, അദ്ദേഹം വളരെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ ജീവിത വിശുദ്ധിയോടെ ജീവിച്ചയാളാണ്. പക്ഷെ ആ മനുഷ്യൻ പറയുന്നത് ഇതാ. എടുത്തവരൊന്ന് വായിച്ചേ. ദാനിയേൽ 9. ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റു പറഞ്ഞത് എന്തെന്നാൽ അതിൻ്റെ താഴോട്ടങ്ങ് വായിച്ചോ ബ്രദറെ. ആ പോയിന്റിലോട്ട് വന്നോ. അടുത്ത വാക്യം. കർത്താവേ, ഒന്ന് വെറുതെ അങ്ങ് വായിച്ചു പോകാതെ. ഞങ്ങൾ ആരും കൂടെ പാപം ചെയ്തെന്നാ പറയുന്നത്? ദാനിയേലും കൂടെ. കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു. പിന്നെ ഈ മനുഷ്യൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? രാജാവിൻ്റെ ഭോജനം കൊണ്ട് തന്നെ അശുദ്ധനാക്കിയാലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ പന്നിയിറച്ചി വിളമ്പുന്നുണ്ടാകും. പന്നിയിറച്ചി വിളമ്പുന്നത് യഹൂദനാകുന്ന എനിക്ക് വിഹിതമല്ലെന്ന് ഒരു വാക്യമേ കാണത്തുള്ളൂ പഴയ നിയമത്തിൽ. ആ ഒറ്റ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ നിശ്ചയിച്ചു, ഐ വിൽ നോട്ട്. എന്തുവാകട്ടെ, ആ ലീഗലിസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ പറയുകയാണ്, കർത്താവെ ഞങ്ങൾ എന്ത് ചെയ്തു? പാപം ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്തു? വികടമായി നടന്നു. അടുത്തത്, ഞങ്ങൾ മത്സരിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ വിഷയം അവരത് ചെയ്തു, അവരിത് ചെയ്തു. നോ. നമ്മൾ ശരിയായിട്ട് കാര്യങ്ങൾ ദൈവസന്നിധാനത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോഴല്ലോ, the more we draw near to God, the more we become aware of our own sinfulness. നമ്മൾ ദൈവത്തോട് കൂടുതൽ എടുക്കുമ്പോൾ നമ്മുടെ സിൻഫുൾനെസ്സാണ് നമുക്ക് ആദ്യം കൂടുതൽ മനസ്സിലാകുന്നത്. ലോകക്കാരുടെ അല്ല മറ്റുള്ളവരുടെ അല്ല. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് പോയി എന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ നിശ്ചയമായിട്ടും പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. സദൃശവാക്യങ്ങൾ 10:12. അതുകൊണ്ടാണ് പത്രോസ് സകലത്തിൻ്റെ അവസാനം സമീപിച്ചിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പീൻ. അതിൻ്റെ കാരണം സ്നേഹം പാവങ്ങളുടെ പല കാര്യങ്ങളെയും ഓവർലുക്ക് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാനേതോ എന്ന് പറയാൻ ദൈവസ്നേഹം ഉള്ളിലുണ്ടല്ലേ പറ്റത്തുള്ളൂ. കാരണം we do not know the judge is at the door. അതാ വിഷയം. ന്യായാധിപതി എന്തായിരിക്കുന്നു? അടുക്ക. എവ്രിതിങ് ഇൻ ദ റിഡംപ്റ്റീവ് ഹിസ്റ്ററി ഹാസ് ബീൻ കംപ്ലീറ്റഡ്. സകലത്തിൻ്റെ അവസാനം എന്ത് ചെയ്തു? സമീപിച്ചിരിക്കുന്നു. ദ എൻഡ് ഓഫ് ഓൾ തിങ്സ്. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ
നിങ്ങളിങ്ങനെ ചെയ്യുവീൻ. ഇനിയും അങ്ങനെ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായി തീർന്നാൽ ആ സ്നേഹത്തിന് പ്രാക്ടിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട്, ഇല്ലേ? സ്നേഹത്തിന് പ്രാക്ടിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട്, പ്രായോഗികമാകുന്ന പ്രകടനങ്ങളുണ്ട്. എന്താണ് പ്രായോഗികമാകുന്ന പ്രകടനങ്ങൾ? അതാണ് അവിടെ നമ്മൾ വായിക്കുക. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ തന്നെയാണ് ശോധനയും. ബൈബിൾ ക്ലാസ് കൊണ്ട് ഉണ്ടാകേണ്ടത് ആ കാര്യമാണ്. നല്ല ബൈബിൾ ക്ലാസ് ആണെന്ന് പറയുന്നതല്ല വിഷയം. നമ്മളെ തന്നെ ശോധന ചെയ്യുക. ആ പ്രാക്ടിക്കൽ എക്സ്പ്രഷൻ എന്താ? ഒന്ന് നമ്മൾ കണ്ടു, സ്നേഹം പാവങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അവരെ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, അല്ലെ ഇന്നാല് അത് പറഞ്ഞതുകൊണ്ടാണ് എന്നെക്കുറിച്ച് ചിന്തിച്ചത് എന്നൊക്കെയുള്ളതാകുന്ന സങ്കല്പങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോകും. അല്ലെ ഇന്നാൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ ചെയ്തില്ല, ഇല്ലായിരിക്കും. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും, അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകൾ കാണുമെന്നേ. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഒരു പക്ഷേ ഹി മേ ബി ഗോയിങ് ത്രൂ മോർ സോറോ ദാൻ മീ എന്ന് നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ മറ്റൊരുവനെ കുറിച്ച്, ഇല്ലേ? അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് എന്തോ വേണം? സ്നേഹം വേണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. സകലത്തിൻ്റെ ഈ അവസാനം സമീപിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ആ പ്രാക്ടിക്കൽ എക്സ്പ്രഷൻസ് എന്തുവാ സ്നേഹത്തിൻ്റെ? പിറുപിറുപ്പ് കൂടാതെ പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിറുപിറുപ്പ്, ഈ അതിഥി സൽക്കാരത്തിന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താ? പിറുപിറുക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിഥി സൽക്കാരം എന്നുള്ള കാര്യം, ഹോസ്പിറ്റാലിറ്റി എന്നുള്ള കാര്യം, ദാറ്റ് വിൽ കൺസ്യൂം അവർ ടൈം ആൻഡ് മണി, ഇല്ലേ? ടൈമും പോവും, അപ്പോൾ അതുപോലെ നമ്മുടെ പണവും നഷ്ടമായിരിക്കും. പക്ഷെങ്കിൽ അത് വളരെ ആ ദൈവസ്നേഹത്തിൽ, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിലെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പലരും കർത്താവിൻ്റെ നാമനിമിത്തം വസ്തുവകൾ കണ്ടുകെട്ടിയവരുണ്ട്. ധനികരായിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളിൽ ഒരു സഹോദരൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ട്, അവൻ്റെ ആ പ്രയാസങ്ങളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ മീൻസ് ഉണ്ടെങ്കിൽ അവനെ സഹായിക്കുന്നതിൽ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഗ്രഡ്ജ് തോന്നരുത്. അയ്യോ ആളെന്നോട് അല്പം അവൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവനോട് ഒരാവശ്യപ്പെട്ടു, അയ്യോ എൻ്റെ അത് തോന്നാതെ ഞാൻ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ അത് ചെയ്യാൻ എനിക്ക് കഴിയണം. അപ്പോൾ എനിക്ക് സ്നേഹമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഞാൻ പുറമേ മനുഷ്യരുടെ മുമ്പാകെ വിളങ്ങേണ്ടതിന് വേണ്ടി എനിക്ക് വേണേൽ പല കാര്യം ചെയ്യാൻ കഴിയും. പക്ഷേ ഉള്ളിൽ നിന്ന് പിറുപിറുപ്പ് കൂടാതെ എനിക്കത് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം എന്നിൽ വാസ്തവമായിട്ട് ദൈവസ്നേഹമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ചെയ്യുവിൻ. പിറുപിറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അത് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ. ഇനി അത് തന്നെയാണ് നമ്മൾ താഴോട്ടും വായിക്കുന്നത്, തമ്മിൽ ശുശ്രൂഷിപ്പിൻ. അതായത് അതിൻ്റെ നല്ല ഗൃഹവിചാരകന്മാരെ, 10-ാം വാക്യത്തിൽ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അപ്പോൾ പിറുപിറുപ്പ് കൂടാതെ മറ്റുള്ളവനെ ശുശ്രൂഷിപ്പാൻ കഴിയുന്നതാണ് സ്നേഹത്തിൻ്റെ പ്രകടനം. പുറമേ നല്ല ചിരിച്ച് ചെയ്യുന്നതിലും കാര്യമില്ല. ഫ്രം ദ ഹാർട്ട്, പിറുപിറുപ്പ് കൂടാതെ. നമ്മളൊന്ന് ചിന്തിച്ചേ, ദൈവം ഇതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ഇതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അതുകൊണ്ടല്ലേ ഗലാത്യർ 6:10 ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഇത് പുറമേ ഉള്ളവരുടെ കാര്യമല്ല, പുറമേ ഉള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്.
അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് വിതിൻ ദ കമ്മ്യൂണിറ്റിയിലാണ് ഈ കാര്യം പറയുന്നത്. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഇനിയും അടുത്തതായിട്ട് അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായ അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുക. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തതായിട്ട് പത്രോസ് പറയുന്ന ഒരു കാര്യം, നാം ചെയ്യുന്ന നമ്മുടെ സകല പ്രവർത്തനങ്ങളും ഏതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചെയ്യണം? ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവമേൽപ്പിച്ച കൃപാദാനങ്ങളെ ഉപയോഗിക്കുക. എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുക, നിർമ്മതരായിരിക്കുക. രണ്ടാമതാണ് നമ്മൾ കണ്ടേ, അന്യോന്യം സ്നേഹിപ്പിൻ. 3, അന്യോന്യം ശുശ്രൂഷിപ്പിൻ. എന്തുകൊണ്ട്? ദൈവം നമ്മളെ ഏൽപ്പിച്ച കൃപാവരങ്ങൾ, അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം. എന്തിനു വേണ്ടിയാണ് ശുശ്രൂഷിക്കേണ്ടത്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിന്. ലക്ഷ്യം എന്തായിരിക്കണം? ശുശ്രൂഷയുടെ, കൃപാവരങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ. കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ചിന്തിക്കരുത് പ്രത്യേകം ചില വരങ്ങൾ മാത്രമാണെന്ന്. അങ്ങനെയല്ല, ദൈവത്തിനും അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇത് പറയുന്നത് തമ്മിൽ എന്നാണ് പറയുന്നത്. തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി ഇൻഡിവിജ്വൽ, ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ്. കൃപാവരം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ദൈവസഭയിൽ എല്ലാ വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കൾക്കുണ്ട്. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കാരണം കൃപാവരങ്ങളുടെ ലിസ്റ്റ് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. 3 ഇടത്ത് പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിൽ. ആ 3 ഇടത്തും ഒന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. റിപ്പീറ്റ് ചെയ്യുന്നില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന ആ വരങ്ങളെക്കുറിച്ച് പിന്നെ എഫെസ്യ ലേഖനത്തിൽ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വേറെ ഏതാ പറയുന്നത്? പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ 12-ാം അധ്യായം റോമാലേഖനത്തിൽ ചില കൃപാദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റേതൊന്നുമല്ല അവിടെ പറയുന്നത്. എല്ലാം ഡിഫറൻറ്റാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ദാനങ്ങളെന്നുള്ളത് വിവിധമായിട്ടുള്ളതാണ്. മൾട്ടി ഫേസറ്റഡ് എന്നാണ് പറയുന്നത്. വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായിട്ട് അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനായിട്ട് എനിക്ക് കഴിയണം. എൻ്റെ സെൽഫ് അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ എന്നിലേക്ക് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുമല്ല. പിന്നെന്താ? എന്നെ ദൈവം കൃപാദാനം ഏൽപ്പിച്ചെങ്കിൽ അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ ഒരാളെ ദൈവം കൃപാദാനം നൽകുമ്പോൾ, ഒരു പ്രത്യേക കൃപയുടെ ദാനം ഒരു വ്യക്തിയിൽ ദൈവം കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്. ഏതെങ്കിലും വൃക്ഷം അത് കായ്ക്കുന്ന ഫലം തിന്നാറുണ്ടോ? ഇല്ല. അത് ആർക്ക് വേണ്ടിയിട്ടാണ് കായ്ക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി. അത് തന്നെയാ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കൃപാവരങ്ങൾ മറ്റുള്ളവർക്കാണ് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ ആത്മീയ വർധനവിന് എന്ത് എന്നിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുമോ അതിനുവേണ്ടി ഞാൻ താല്പര്യപ്പെടണം. മറ്റുള്ളവർക്ക് വേണ്ടി, അന്യോന്യം മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ കൃപാവരങ്ങൾ, അത് ഓരോരുത്തനും നാം മനസ്സിലാക്കണം. ഓരോരുത്തനെന്നുള്ള ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോ ഡിസൈപ്പിളിനും, ഓരോ ദൈവ പൈതലിനും, അവന് ആരും ആകട്ടെ, പഠിപ്പുള്ളവനാകട്ടെ പഠിപ്പില്ലാത്തവനാകട്ടെ, ആരും ആകട്ടെ, ഓരോ ദൈവ പൈതലിനും ഒന്നല്ലെങ്കിൽ മറ്റൊരു കൃപാദാനം ദൈവം കൊടുത്തിട്ടുണ്ട്.
മനസ്സിലാക്കണം. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവസാനം ഈ പേരുകൾ എഴുതുന്നുണ്ടല്ലോ. പേരുകൾ ഞാൻ ഓർത്തിട്ടുണ്ട്, എന്തിനാ ചുമ്മാ ഈ പേരുകൾ എഴുതുന്നത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ പേരിൻ്റെ കൂടെ ഓരോ വിശേഷണങ്ങളും കൂടെ ചേർത്തിട്ടുണ്ട്. അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും അമ്മ എന്ന് പറയുമ്പോൾ അവര് എൻ്റെ അമ്മയും കൂടെ ആണെന്ന് പറയും. പിന്നെ ഫേബയെക്കുറിച്ച് പറയുമ്പം ശുശ്രൂഷക്കാരിയാകുന്ന ഫേബ. പിന്നെ എൻ്റെ കൂടെ എനിക്ക് വേണ്ടി ജീവൻ വെച്ച് കൊടുത്ത ഇന്നവർ. നോക്കിയേ, എല്ലാവരെക്കുറിച്ചും ഓരോന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിൽ ദൈവം ഒന്നല്ലെങ്കിൽ മറ്റൊരു കൃപാദാനം ഏൽപ്പിക്കാത്ത ആരുമില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എന്നിൽ ദൈവം കൃപാദാനം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവേ എന്നെ പ്രയോജനപ്പെടുത്തണമേ എന്നുള്ളതാകുന്ന ഒരു മനോഭാവത്തിലേക്ക് സഭ വന്നു കഴിയുമ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെടുമെന്നറിയാം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തന് ദൈവം നൽകിയിരിക്കുന്നതാകുന്ന ആ കൃപാദാനം, ഈ കൃപാവരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിലും അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക കൃപാദാനങ്ങളുണ്ട്. ഒന്നും എക്സോസ്റ്റീവായിട്ടല്ല എടുത്തേക്കുന്നത്, ഒരു സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. പലയിടത്തായിട്ട് സാമ്പിൾ ലിസ്റ്റാണ്. ഒരുപാട് കൃപാദാനങ്ങളുണ്ട്. അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും മറന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. എന്നിട്ട് ചില കാര്യങ്ങൾ പത്രോസ് എടുത്ത് പറയാം. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ, പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് ഈ പ്രസംഗ ശുശ്രൂഷ മാത്രമല്ല, ഒരു പക്ഷേ മറ്റുള്ളവരോട് സംസാരിക്കുന്ന എല്ലാം അതിനകത്ത് ഇൻവോൾവാണ്. പ്രസംഗിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ. ഈ അരുളപ്പാടെന്ന് പറഞ്ഞാൽ എന്താ? ഓറക്കിൾസ്. പഴയ നിയമ തിരുവഴുത്തുകളെക്കുറിച്ച് അരുളപ്പാടെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസംഗിക്കുന്നു എങ്കിൽ അവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസംഗിക്കുന്നത് പോലെ. നാം പറയുന്നതെല്ലാം അരുളപ്പാടാകണമെന്നില്ല, അരുളപ്പാടല്ലതാനും. അതുകൊണ്ടാണ് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കാൻ പറഞ്ഞേക്കുന്നത്. കാരണം തെറ്റുകൾ വിളിച്ചു പറയാനുള്ള സാധ്യത, ബിക്കോസ് വി ആർ ഹ്യൂമൻ, ബിക്കോസ് വി ലിവ് ഇൻ ദ സിൻഫുൾ ഫ്ലഷ്, ഈ പാപജടത്തിൽ വസിക്കുന്നത് കൊണ്ട് ഒത്തിരി തെറ്റുകൾ പറയാം. അതുകൊണ്ട് എല്ലാം ഒന്നും അരുളപ്പാടല്ല. പക്ഷെങ്കിൽ പ്രസംഗിക്കുന്ന ഒരുത്തൻ്റെ മനോഭാവം എന്തായിരിക്കണം? അല്ലെങ്കിൽ അവൻ്റെ മനോഭാവം ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്യൂ സീരിയസ്നെസ്, ഗൗരവമുണ്ടായിരിക്കണം. ദൈവവചനമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതാകുന്ന ആ ബോധം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെയും. പിന്നെ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ അവനെന്ത് ചെയ്യണം? ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം. അപ്പം ഈ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാണെങ്കിൽ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, മടുപ്പുണ്ടാകുകയില്ല. രണ്ട്, നമുക്ക് തന്നെ ഒന്നും ബോസ്റ്റ് ചെയ്യാനൊന്നും അതിനകത്ത് എന്തില്ല, ഇല്ല. ഞാൻ ശുശ്രൂഷിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശംസിക്കാനുണ്ട്. പക്ഷേ ദൈവം നൽകുന്ന പ്രാപ്തി പോലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ദൈവം നൽകുന്നു മാത്രമല്ല, ദൈവം നൽകുന്ന പ്രാപ്തി പോലെയാണെങ്കിൽ അതിനകത്ത് തളർന്നു പോകില്ല. അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകില്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്നെങ്കിൽ എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. നോക്കണം, സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ലിവ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 10:31, തിന്നാലും കുടിച്ചാലും
എന്ത് ചെയ്താലും മഹത്വത്തിനായിട്ട്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്. എവ്രിതിങ് ഇറ്റ് ഈസ് ഫ്രം ഹിം ആൻഡ് ബൈ ഹിം ആൻഡ് ഫോർ ഹിം. ഒരിക്കലും മറന്നു പോകരുത്. വലിയ കാര്യങ്ങൾ പറഞ്ഞു വന്നേച്ച് പൗലോസ് റോമാലേഖന 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ എങ്ങനെ, സകലവും അവനാലും, എന്താ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. സകലവും അവനാലും അവനിൽ നിന്നും അവങ്കലേക്കുമാകുന്നു. അവന് എന്നേക്കും മഹത്വം. പ്രിയപ്പെട്ടവരെ, ഇതാ വേദപുസ്തകത്തിൻ്റെ ആകത്തുകയെന്ന് പറയും. നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബലവും ബഹുമാനവും ആർക്കാ യോഗ്യമായിട്ടുള്ളത്? ഇവിടെ ബലമെന്ന് പറയുമ്പോൾ, ബലമെന്ന് പത്രോസ് അർത്ഥമാക്കുന്നത് വാട്ട് എവർ ഈസ് മൈ സ്ട്രെങ്ത്. നമ്മുടെ ബലം ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? കർത്താവിന് വേണ്ടിയിട്ടുള്ളതാ. മൈ സ്ട്രെങ്ത്, മനുഷ്യൻ്റെ ബലം അതാർക്കാ? ദാറ്റ് ബിലോങ്സ് ടു ഗോഡ്. സകലവുമാവെങ്കിലേ, സകലത്തിൻ്റെയും ഇനി ഒറ്റ കാര്യമേ സംഭവിക്കാനുള്ളൂ. എല്ലാം കൺക്ലൂഡിങ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പത്രോസ് ദൈവസഭയുടലെടുത്ത് 30 വർഷങ്ങൾക്കുള്ളിൽ പറയുകയാ, സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം കാലം അല്പം കൂടെ ദീർഘമാക്കിയെന്നേ ഉള്ളൂ. അന്നത്തെ പോലെ തന്നെയായിരുന്നു സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നാം എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യുവീൻ, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി, നിർമ്മതരായി, അതുപോലെ ഒറ്റ സ്നേഹമുള്ളവരായി, പിറുപിറുപ്പ് കൂടാതെ അതിഥിസൽക്കാരം ചെയ്യുന്നവരായി, ദൈവമേൽപ്പിച്ചതാകുന്ന വിവിധമാകുന്ന കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുന്നവരായി, സേവിക്കുന്നെങ്കിൽ, ശുശ്രൂഷിക്കുന്നുവെങ്കിൽ, സർവീസ് ചെയ്യുന്നെങ്കിൽ സ്വന്തം കഴിവിലല്ല, ദൈവം നൽകുന്ന കഴിവിൽ ആശ്രയിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെന്താ? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയാണ്. ലോകം കാണേണ്ടത് ഇതാ. പത്രോസ് ഈ വിശുദ്ധന്മാരോട് പറയുക, യെസ്, യു ആർ ബീങ് പെർസിക്യൂട്ടഡ്, ദാറ്റ് ഈസ് ട്രൂ. അവർ നിങ്ങളെ പെർസിക്യൂട്ട് ചെയ്യുക, പക്ഷെ നിങ്ങൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവനാമം നിങ്ങളിൽ കൂടെ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ പെർസിക്യൂഷൻ, ആ പെർസിക്യൂഷൻ്റെ നടുവിൽ ദൈവനാമം മഹത്വപ്പെടും. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ കേട്ടതാകുന്ന വചനം നമുക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം.